നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഒരു വിഷൻ ബോർഡ്? ആളുകൾക്ക് അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ദൃശ്യവൽക്കരിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണമാണ് വിഷൻ ബോർഡ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ, വാക്കുകൾ, സ്ഥിരീകരണങ്ങൾ എന്നിവയുടെ ഒരു കൊളാജാണിത്. ഈ വിഷ്വൽ റിമൈൻഡറുകൾ ഒരു പ്രമുഖ സ്ഥാനത്ത് സ്ഥാപിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവ പ്രകടമാക്കുന്നതിന് അവരുടെ പ്രവർത്തനങ്ങളെ വിന്യസിക്കാനും കഴിയും. ഒരു വിഷൻ ബോർഡിന് പിന്നിലെ ആശയം ആകർഷണ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ഇത് പോസിറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നല്ല ഫലങ്ങളെ ആകർഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ വിഷൻ ബോർഡ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു അതിമനോഹരമായ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരിക്കൽ വീണ എന്ന യുവതി വളരെ നിശബ്ദയായി തന്റെ ജനാലയ്ക്കരികിലിരുന്നു. മൂടിക്കെട്ടിയ ആകാശത്തിലേക്ക് അവൾ നോക്കിയപ്പോൾ തന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മങ്ങുന്നതായും ജീവിതം ഭാരപ്പെടുന്നതായും അവൾക്ക് തോന്നി. മനസ്സിൽ തളം കെട്ടിയ കൊടുങ്കാറ്റിലൂടെ അവളെ നയിക്കാൻ ഒന്നുമില്ലാത്ത ശൂന്യത അതവൾക്ക് അനുഭവപ്പെട്ടു. അവൾ എന്നും സ്വപ്നങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഈയിടെയായി അവളുടെ സ്വപ്നങ്ങൾ ഭയവും സംശയങ്ങളും കൊണ്ട് മൂടപ്പെട്ടു. ഒരു വൈകുന്നേരം ഒരു വലിയ ബോർഡും മാസികയും കത്രികയും പശയുമായി അവളുടെ ഉറ്റ സുഹൃത്ത് ആരതി അവളുടെ അരികിലെത്തി. ഇതെല്ലാം എന്താണ്? വീണ പുരികമുയർത്തി ആരതിയോട് ചോദിച്ചു. ഇന്ന് നമ്മൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നു. ആരതി പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്റെ സ്വപ്നങ്ങൾ വീണ്ടും കണ്ടെത്താനുള്ള സമയമാണിത് വീണ. വീണയ്ക്ക് ആദ്യം സംശയം തോന്നിയെങ്കിലും ശ്രമിക്കാമെന്ന് അവൾ സമ്മതിച്ചു. ജീവിതത്തിൽ താൻ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കാനുള്ള ഒരു മാർഗമാണ് ഈ വിഷൻ ബോർഡ് എന്ന് ആരതി വിശദീകരിച്ചു. ഇത് മാന്ത്രികതയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കുകയും അവയെ സ്പഷ്ടമാക്കുകയും ചെയ്യുന്നവയാണ്. എല്ലാ ദിവസവും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വിഷൻ ബോർഡ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതി, സ്നേഹം, യാത്ര, തൊഴിൽ, വിജയം, സമാധാനം എന്നിവയുടെ ചിത്രങ്ങൾ നിറഞ്ഞ പേജുകൾ മറിച്ചുകൊണ്ടാണ് അവർ മാസിക തുറന്നത്. ഓരോ ചിത്രത്തിനും ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. വീണയ്ക്ക് വീണ്ടും സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ ജീവിതം എന്തായിരിക്കും എന്ന് ഒരു മന്ത്രിപ്പ്. കത്രികയുടെ ഓരോ വെട്ടിലും തന്റെ ആത്മാവിന്റെ ഒരു ചെറിയ കഷണം ഉണർത്തുന്നതായി വീണയ്ക്ക് തോന്നി. സമുദ്രങ്ങൾക്ക് മുകളിലൂടെയുള്ള സൂര്യാസ്തമയം, കൈകൾ പിടിച്ചു നിൽക്കുന്ന ദമ്പതികൾ, കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് എന്നിവയുടെ ചിത്രങ്ങൾ അവൾ തെരഞ്ഞെടുത്തു. ഇതായിരുന്നു അവളുടെ സ്വപ്നങ്ങൾ: സ്വാതന്ത്ര്യം, സ്നേഹം, സമാധാനം. ഒരു വേദിയിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു സ്ത്രീ, സദസ്സിനോട് സംസാരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ അവൾ അതിനോട് ചേർത്തു. അവൾ മറന്നുപോയ ഒരു സ്വപ്നം ഇതായിരുന്നു: അവളുടെ ശബ്ദം പങ്കിടുക, അതുവഴി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക. ഈ ചിത്രങ്ങൾക്കൊപ്പം അവളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്ന വാക്കുകളും അവൾ ഒട്ടിച്ചു: ധൈര്യം, സന്തോഷം, സമൃദ്ധി, വളർച്ച. വീണ അവസാന ചിത്രം ബോർഡിൽ ഒട്ടിച്ചപ്പോൾ അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം അനുഭവപ്പെട്ടു. ഇതൊരു കൊളാജ് മാത്രമായിരുന്നില്ല, അവൾക്കത് ഭാവിയിലേക്കുള്ള ഒരു ഭൂപടമായിരുന്നു. അവളുടെ സ്വപ്നങ്ങൾ എത്ര ദൂരത്തായിരുന്നാലും അത് അവളുടേത് മാത്രമായിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അവൾ തന്റെ ഡ്രസ്സറിൽ ഈ വിഷൻ ബോർഡ് ഉയർത്തിവെച്ചു. അതിനാൽ എല്ലാ ദിവസവും രാവിലെ തന്നെ അവൾ ആദ്യം കാണുന്നത് അതായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. വിഷൻ ബോർഡ് വീണയ്ക്കൊരു ശക്തിയായി മാറി. ഓരോ തവണ അതിലേക്ക് നോക്കുമ്പോഴും പ്രതീക്ഷയുടെ ഒരു തീപ്പൊരി പ്രകാശിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. പതിയെ പതിയെ അവൾ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ച് അവൾ എഴുതി. അങ്ങനെ തന്റെ ജേർണൽ അവൾ പുനരാരംഭിച്ചു. അവൾ തന്റെ വിശ്വാസത്തിൽ ഉറച്ച് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിനായി സൈനപ്പ് ചെയ്തു. തുടക്കത്തിൽ ഭയചകിതയായിരുന്നുവെങ്കിലും പിന്നീട് അവൾ ആവേശഭരിതയായി. കാടിനുള്ളിലെ ഒരു ചെറിയ വീടിനായി അവൾ കാത്തിരുന്നു. അവൾക്കത് എപ്പോഴും ഒരു വിദൂര സ്വപ്നമായിരുന്നു. ഓരോ ചുവടുവയ്പിലും വീണയ്ക്ക് ഒരു പുതുജീവൻ വരുന്നതായി തോന്നി. വിഷൻ ബോർഡ് കേവലം ഒരു ചിത്രങ്ങളുടെ ശേഖരം മാത്രമായിരുന്നില്ല, അത് അവളുടെ സഹിഷ്ണുതയുടെ പ്രതീകമായിരുന്നു. ജീവിതം ഭാരമായി തോന്നുമ്പോഴും സ്വപ്നം കാണാനുള്ള അവളുടെ കഴിവ്. ഇന്ന് അവൾ സ്വപ്നം കാണാൻ ഭയപ്പെടുന്നില്ല. ഒരു ദിവസം വീണ തന്റെ സദസ്സിന് മുൻപിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷയുടെയും ദർശനത്തിന്റെയും ശക്തിയെക്കുറിച്ച് അവൾ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവളുടെ വിഷൻ ബോർഡ് നിറഞ്ഞു. കാരണം ആ ബോർഡ്
കേവലം അവൾക്ക് സ്വപ്നം കാണാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, ജീവിക്കാനുള്ള ശക്തി കണ്ടെത്താനുള്ള ഒന്നുകൂടിയായിരുന്നു. അതോർത്തവൾ പുഞ്ചിരിച്ചു. വീണയുടെ യാത്ര അവസാനിച്ചിട്ടില്ല. പക്ഷേ വളരെ കാലങ്ങൾക്ക് ശേഷം താൻ മുന്നോട്ട് നീങ്ങുന്നതായി അവൾക്ക് തോന്നി. ഓരോ ദിവസവും രാവിലെ അവളുടെ വിഷൻ ബോർഡ് ഭാവി എന്തു തന്നെയാണെങ്കിലും അത് ശോഭനവും അവളുടേത് തന്നെയാണെന്നും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് എന്താണ് നാം പഠിക്കുന്നത്? നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ തീർച്ചയായും സാധിക്കും. അങ്ങനെ ഒരു വിഷൻ ബോർഡ് നമുക്കുണ്ടെങ്കിൽ അത് സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവയുടെ ശക്തമായ ഒരു ദൃശ്യ പ്രതിനിധാനമായി വർത്തിക്കുന്നു. നാം ഒരു വിഷൻ ബോർഡ് നിർമ്മിച്ച് അതിനോട് നിരന്തരമായി ഇടപഴകുകയും ചെയ്താൽ ഓരോ വ്യക്തിക്കും വ്യക്തതയും പ്രചോദനവും നേടാനും അങ്ങനെ തന്റെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീർച്ചയായും കഴിയും. എന്നും രാവിലെ നാം ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ നാം എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തും. ഇതൊരു മാന്ത്രികതയല്ലെങ്കിലും ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും പ്രതീക്ഷ, ആത്മവിശ്വാസം എന്നിവ വളർത്തിയെടുക്കാനും സഹായിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.